നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. തുടർച്ചയായി 5 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കിരീടങ്ങൾ നേടിയ മണിപ്പൂരിൽ നിന്നുമുള്ള വനിതാ ബോക്സർ. 6 ചാമ്പ്യൻഷിപ്പുകളിൽ ഓരോന്നിലും മെഡൽ നേടിയ ഒരേയൊരു പുകിലിസ്റ്റ്. വിവാഹം കഴിഞ്ഞാൽ കായിക രംഗത്തോട് വിട പറയുന്ന ഇന്ത്യയിലെ പതിവ് ശൈലി മാറ്റിമറിച്ച താരം എന്നിങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് മേരി കോമിനെ പറ്റിയുള്ളത്. എന്നിരുന്നാലും ലണ്ടൻ ഒളിമ്പിക്സിൽ നിന്നും വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്കായി മെഡൽ തിരികെ നേടിയ ബോക്സർ എന്ന നിലയിലാണ് അവരെ വാഴ്ത്തപ്പെടുന്നത്. 6 തവണ ലോക ചാമ്പ്യനായ ഒരേയൊരു ബോക്സിംഗ് താരമാണ് മേരി കോം. തന്റെ പ്രായത്തിന്റെ പരിധി കൊണ്ട് ബോക്സിംഗ് ലോകത്തോട് വിട പറയുകയാണ്. രാജ്യാന്തര ബോക്സിംഗ് അസോസിയേഷന്റെ നിയമപ്രകാരം പുരുഷ വനിതാ ബോക്സർമാർ എലൈറ്റ് മത്സരങ്ങളിൽ 40 വയസ്സ് മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 41-കാരിയായ അവരുടെ ഈ വിരമിക്കൽ. ജീവിതത്തിൽ എല്ലാം നേടിയെന്നും ബോക്സിംഗ് മത്സരങ്ങളിൽ ഇനിയും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്നും പക്ഷേ പ്രായപരിധി തടസ്സമാണെന്നും അവർ വ്യക്തമാക്കി. ബോക്സിംഗിൽ ഇന്ത്യൻ തിളക്കമായിരുന്ന മേരി കോം 2014 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയതിലൂടെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയിൽ നിന്നും സ്വർണം നേടിയ ആദ്യ വനിതയായി മാറി. 2000-ൽ അവൾ തന്റെ ബോക്സിംഗ് കരിയർ ആരംഭിച്ചത് മുതൽ വനിതാ ബോക്സിംഗിൽ ഇന്ത്യക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. 2005, 2006, 2008, 2010 വർഷങ്ങളിൽ ലോക ചാമ്പ്യനായ താരം 2012-ലെ ലണ്ടൻ ഒളിമ്പിക്സിൽ വെങ്കല മെഡലും നേടി. ലോക ചാമ്പ്യൻഷിപ്പിൽ 8 മെഡൽ നേടുന്ന ആദ്യ ബോക്സർ എന്ന ചരിത്ര നേട്ടമടക്കം അവർ സ്വന്തമാക്കിയിരുന്നു. മേരി കോമിന്റെ 36-ാം വയസ്സിലാണ് ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 51 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കലം നേടിയത്. അന്ന് ഈ മണിപ്പൂരുകാരി ക്യൂബയുടെ പുരുഷ ബോക്സർ ഫെലിക്സ് സുവോണിനെയാണ് പിന്തള്ളിയത്. 3 കുഞ്ഞുങ്ങളുടെ അമ്മയും ഇടിക്കൂട്ടിലെ തളരാത്ത പോരാളിയായും ഡബിൾ റോളിൽ തിളങ്ങുകയായിരുന്നു മേരി കോം. മണിപ്പൂരിലെ ദരിദ്ര കർഷക കുടുംബത്തിലായിരുന്നു ജനനം. ഇല്ലായ്മകളോട് പൊരുതി നേടിയാണ് അവൾ വളർന്നത്. ബോക്സിംഗ് റിംഗിലും പ്രതിസന്ധികളോട് അവൾ പോരടിച്ചു. പൊക്കമില്ലെന്നും ബോക്സർക്ക് വേണ്ട ശരീരഘടനയില്ലെന്നും പറഞ്ഞ പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ നിശ്ചയദാർഢ്യം എല്ലാ പ്രതിബന്ധങ്ങളെയും നിഷ്പ്രഭമാക്കി. ഇടിച്ചു നേടി രാജ്യത്തിന്റെ നെറുകയിലെത്തി. ഇപ്പോൾ രാജ്യത്തിന് അഭിമാനമായി ലോകത്തിന്റെ നെറുകയിലും. അപൂർവ പ്രതിഭാസം എന്ന് വേണം മേരി കോമിനെ വിശേഷിപ്പിക്കാൻ തന്നെ. ബോക്സിംഗ് റിംഗിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും അവൾ പോരാട്ടം നടത്തിയിരുന്നു. 2016 മുതൽ 2022 വരെയുള്ള കാലയളവിൽ രാജ്യസഭാ MP ആയി മേരി കോം പ്രവർത്തിച്ചു. ബോക്സിംഗിൽ അവൾ തീർത്ത നേട്ടങ്ങൾക്കൊപ്പമെത്താൻ ഇന്ന് ഒരു താരത്തിനും ആയിട്ടില്ല. 2009-ൽ ഖേൽ രത്ന പുരസ്കാരവും, 2006-ൽ പത്മശ്രീയും, 2013-ൽ പത്മഭൂഷൺ, 2020-ൽ പത്മവിഭൂഷൺ എന്നിവയും, 2010-ലെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ക്യൂൻസ് ബാറ്റൺ വഹിക്കുവാനുള്ള ബഹുമതി, 2004-ൽ അർജുന അവാർഡ്, 2009-ൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്നിവയും അവൾക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2010-ൽ ഇന്ത്യയുടെ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട മേരി കോം ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ വനിതാ ബോക്സിംഗിന്റെ അംബാസിഡറുമായി. ലോകത്തിലെ ഏറ്റവും ആദരണീയമായ വനിതാ ബോക്സർമാരിൽ ഒരാൾ. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച മെഡൽ പ്രതീക്ഷകളിൽ ഒരാളായി ജ്വലിച്ചതും മേരി കോം തന്നെ. കുടുംബവും പ്രൊഫഷനും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല എന്ന മിഥ്യാധാരണകളെ എല്ലാം പൊളിച്ചെഴുതി എതിർപ്പുകളുടെയും പരിധികളുടെയും വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ ധീരതയുടെ പെൺ രൂപമാണ് മേരി കോം.